ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പാത്തൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് സോക്കിംഗ് ആണ്. അപ്പോൾ അത് തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളവർക്ക് തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കാം. അല്ല, അരമണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. ടേസ്റ്റിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല. ഞാനൊരു 1 hour മുമ്പാണ് സോക്ക് ചെയ്യാൻ വെച്ചത്. ഞാനിവിടെ 1/4 കപ്പ് ചെറീസ് എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി. ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മെഷർമെൻറ്റും ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള കാരമൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലൊരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കാരമൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പം ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് നേരം കളറ് മാറാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ഷുഗർ കരിഞ്ഞിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ കട്ട കെട്ടിയതുപോലെ കിടക്കുന്നുണ്ടാവും. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് മെൽറ്റാവും. അതൊക്കെ മെൽറ്റായിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മുടെ കാരമലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സ്, ആ ഓറഞ്ച് ജ്യൂസിൽ നിന്നും നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ ഓറഞ്ച് ജ്യൂസ് നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ആവശ്യമുണ്ട്, അതും മാറ്റി വെക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂസും ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, നട്ട്സ് നമ്മൾ ഈ ഒരു ടൈമിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ബേക്കായി വരുന്ന ടൈമിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അടിയിലേക്ക് താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് 1/2 കപ്പ് ഷുഗറിലേക്ക് ഒരു 2 ഗ്രാമ്പും എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഇത് 2 ഏലക്ക, 1 കഷ്ണം പട്ട, 1 കഷ്ണം ജാതിക്കയും കൂടി പൊടിച്ചെടുത്തതാണ് അതും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പ്ലം കേക്കിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 3 മുട്ടയാണ്. അപ്പോൾ അതിൻ്റെ മഞ്ഞയും അതിൻ്റെ വെള്ളയും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ആവണം. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയുടെ വെള്ള ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ല പോലെ ബീറ്റായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച 1/2 കപ്പ് പഞ്ചസാര, ഗ്രാമ്പും കൂടി ഇട്ട് പൊടിച്ചതായിരുന്നു, അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാരയും മുട്ടയും കൂടി നല്ല പോലെ ബീറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 1/2 കപ്പ് ഓയിലും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ കാരമൽ സിറപ്പും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരമൽ സിറപ്പ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കണം. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പം അതിൻ്റെ ഉള്ളിലെ വെള്ളഭാഗം പെടാതെ ശ്രദ്ധിക്കണം. അത് വന്നാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ഓറഞ്ച് ജ്യൂസ്, നമ്മുടെ സോക്ക് ചെയ്യാൻ വെച്ച ഓറഞ്ച് ജ്യൂസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഒരു തവി കൊണ്ട് സ്പാച്ചിൽ വെച്ചിട്ടോ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം.
അതെല്ലാം നല്ലപോലെ മിക്സായി വന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ള കുറച്ച് കുറച്ചായിട്ടിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ പാനിൽ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. 200 ഡിഗ്രിയിൽ 1 ഹവറാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇനി നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1 ഹവർ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.